ഇപ്പോൾ മൊത്തം എത്ര പരസ്യമാണ് ഡയറക്റ്റ് ചെയ്തത്? ഇപ്പം ഞാനൊരു 10-200 പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കേരളത്തിലും മുംബൈയിലും പല സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. മോഹൻലാലുമായിട്ട് ഏതൊക്കെ നമുക്കിപ്പോൾ എടുത്തു പറയാൻ സീനിയറായ നമുക്ക് ഏറ്റവും വലിയ നടന്മാരുടെ പേര് ഒത്തിരി പേര് ചെയ്തു, അങ്ങനെ ഒരു മോഹൻലാൽ ഉൾപ്പെടെയുള്ള എത്ര പേരെയാണ്? ഇപ്പോൾ ലാൽ സാറിൻ്റെ ചെയ്തു, ശരത് കുമാർ, നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ, ഇപ്പോൾ ദുൽഖർ, കേരളത്തിലുള്ള എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശോഭന, പിന്നെ മലയാള സിനിമയിലുള്ള എല്ലാവരുമായിട്ട് തന്നെ ഓൾമോസ്റ്റ് സീനിയേഴ്സ് ആൾക്കാരായിട്ടൊക്കെ എല്ലാവരുമായിട്ട് പരസ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പല ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പുള്ളിമൂട്ടിൽ സിൽക്സ്, അപ്പോൾ അത് ഭാവനയെ വെച്ച് ചെയ്തു. അജ്മി, അങ്ങനെ ഒരുപാട്, അജ്മി പുട്ടുപൊടി ഒരുപാട് നല്ലതായിട്ട് ചെയ്തു. പിന്നെ ശരത് കുമാർ സാറ്, പിന്നെ വെങ്കിട്ട് പ്രഭു തമിഴിലെ, പിന്നെ ഒരുപാട് നല്ല DOPs, രവിവർമ്മൻ, ഓം പ്രകാശ്, ഒരുപാട് ആൾക്കാരായിട്ടെല്ലാം വർക്ക് ചെയ്തു, ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ട്. പിന്നെ ഞാനിപ്പം രൺവീർ സിംഗ് ആയിട്ട് മേക്ക് മൈ ട്രിപ്പിൻ്റെ ആഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് വർക്കുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു? പെട്ടെന്ന് മാറി അവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഒരു വീഡിയോഗ്രാഫറായിട്ട് അറിയണമെന്ന് ആഗ്രഹിച്ച ആൾ പെട്ടെന്ന് മറ്റൊരു മേഖലയിലേക്കാണ് ഫൈസൽ വരുന്നത്. എങ്ങനെയാണ് യാത്രയുടെ ഒരു തിരിച്ചുവരവ്? ആക്ച്വലി ഇപ്പോൾ ചെറുപ്പം മുതലേ ഒരു ക്യാമറമാൻ ആവാന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്ത് നടക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് ബെന്നിച്ചേട്ടനിലൂടെ ഇക്കാലിലൂടെ എല്ലാം അതൊരു കല്യാണ വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ബോയ് ആയിട്ടൊക്കെ നിങ്ങളുടെ കൂടെ വന്നു. അതിനുശേഷം ഒരു സിനിമാറ്റോഗ്രാഫർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ കുറേ നടന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു അഡ്വർടൈസിങ് കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ഐ സ്റ്റാർട്ടഡ് വിത്ത് മാർക്കറ്റിംഗ് ജോബ്. അങ്ങനെ ഞാൻ കുറേ ക്ലയൻറ്റിനെയൊക്കെ മാർക്കറ്റ് ചെയ്തു, വർക്ക് ചെയ്തു. പിന്നെ ഗ്രാജുവലി ഞാനൊരു 6 മന്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഇൻഡിപെൻഡൻ്റ്ലി, ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്തു. സോ ഐ ബിക്കെയിം ആഡ് ഫിലിം ഡയറക്ടർ. ഞാൻ അങ്ങനെയായി കുറച്ചധികം വർക്കുകൾ ഇങ്ങനെ പോയി. അപ്പോൾ എനിക്ക് TVC ഫാക്ടറി, സി ജോയ് ചേട്ടനായിട്ട് നല്ലൊരു അസോസിയേഷൻ കിട്ടി. അപ്പം മൈ ഗ്രോത്ത് ബിക്കം മോർ ഗുഡായി, നല്ല ക്ലയൻസിലേക്കൊക്കെ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലയൻറ്റിനും വേണ്ടിയിട്ടും നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ എവറി ക്ലയൻറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. സോ അങ്ങനെ ദാറ്റ്സ് ഹൗ ഐ ബിക്കം ആൻ ആർട്ട് ഫിലിം മേക്കർ. ഐ എം ഡെഫിനറ്റ്ലി പ്ലാനിങ് മൈ സിനിമ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. പക്ഷേ സിനിമോട്ടോഗ്രാഫി എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്കിന് എപ്പോഴും ഞാൻ ഏറ്റവും ബെസ്റ്റ് DOPsന് വയ്ക്കാനായിട്ട് ശ്രമിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് ഞാൻ എപ്പോഴും കണ്ടെത്താറുണ്ട്. അപ്പം ബിക്കോസ് ടു ഗെറ്റ് മോർ എക്സ്പീരിയൻസസ് ഫ്രം ദ ബെസ്റ്റ് DOPs. സോ എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇപ്പോഴും ഒരു DOP ആകുക എന്നുള്ളത്. സോ ഐ വിൽ ബിക്കം ദ ഡയറക്ടർ DOP കോംബോ ഇൻ ഫ്യൂച്ചർ. അല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഫൈസൽ ചെയ്യുന്ന ഷൂട്ടിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു ആഡിൽ ഫൈസലിനെ ഏൽപ്പിക്കും. അവിടെയും ഫൈസൽ ആക്ഷൻ കട്ട് പറയാം, ആ ക്യാമറാമാൻ്റെ കൂടെയുള്ള യാത്രയാണ് ഞാൻ കാണുന്നുള്ളൂ. അവിടെ അല്ല ഇരിക്കുന്നത് മോണിറ്ററിന് ഫ്രണ്ട്. ക്യാമറാമാൻ ആരാണ്? അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചേർന്ന് നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ക്യാമറാമാൻ എന്നുള്ള സ്വപ്നം ഇപ്പോഴും വിട്ടിട്ടില്ല ഒരിക്കലും. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഫ്രം ദ ക്യാമറ ആൻഡ് യു പീപ്പിൾ സപ്പോർട്ടഡ് മീ ഫോർ ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. എനിക്ക് ഒത്തിരി കഥകളുണ്ട് ലീക്കായിട്ട് തന്നെ പറയാൻ. അതൊക്കെ ഡെഫിനറ്റ്ലി പറയണം. സോ ദാറ്റ് ഈസ് മൈ പ്ലാൻ. ദാറ്റ്സ് ഹൗ ഐ റീച്ച്ഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഫോർ ദിസ് ഇന്റർവ്യൂ. അതെ, എനിക്ക് അതിന് തോന്നുന്നു അതിന് കൊച്ചിയിൽ വന്നതിന് ശേഷം ഒരു ചാനലിൽ ഒരു ആങ്കറായിട്ട് കയറുന്നു അല്ലേ, മഴവിൽ മനോരമയാണ് അല്ലേ? അങ്ങനെ ആങ്കറായിട്ട് പോയപ്പോഴും മനസ്സിലെ ക്യാമറമാൻ. ആക്ച്വലി അന്നത്തെ അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു മഴവിൽ മനോരമയിൽ. അപ്പോൾ അസിസ്റ്റന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആങ്കറിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പം അവരെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിന് പെട്ടെന്ന് ഒരാൾ വന്നില്ല. അപ്പം എൻ്റെ അടുത്ത് സ്റ്റാർട്ട് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ കുറേ ഒരു ഫുഡ് റിലേറ്റഡ് തനിനാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ആയിരുന്നു. അപ്പം ഞാൻ അതിൽ കുറേ എപ്പിസോഡ്സ് 10-30 എപ്പിസോഡ്സ് ചെയ്തു. പക്ഷെ എപ്പോഴും എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ എനിക്ക് ഭയങ്കര ഗിവിങ് മോർ എനർജി ഓൾവേസ്. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും. സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ അമ്മമാരുടെ കൂടെ എഴുതാനും നമ്മുടെ സിനിമാ ചർച്ചകളും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും കയറി നിൽക്കുന്നത്. എനിക്ക് ജോഷി സാറുമായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് വഴി നല്ലൊരു ബന്ധം ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് പടത്തിൽ ചെയ്തു. അതെ. അപ്പൊ ചെറിയതാണെങ്കിലും എനിക്ക് സർക്കിളിൽ നിൽക്കാൻ പറ്റുന്നതിൽ കയ്യിൽ എത്തുക വലിയൊരു ഭാഗ്യമാണല്ലോ. അതെ. ഫൈസലിനെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണല്ലോ. പക്ഷെ അപ്പോഴും ഈ ഷോ ഇത്രയും പരസ്യങ്ങൾ ചെയ്തു അല്ലെ, ഫൈസലിന്റെ യാത്ര ഇപ്പോഴും ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയിലേക്ക് പോകുന്നു. പറഞ്ഞു ഏറ്റവും നല്ല ക്യാമറാമാനെ നമ്മുടെ പരസ്യത്തിന് അതിനുവേണ്ടി ഒരു തുക മാറ്റിവെക്കുകയാണ്. ഇപ്പം ഒരു ക്ലയൻറ്റ് ഒരു 10 കോടിയുടെ പരസ്യം തന്നാലും അതിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ക്യാമറാമാന് വേണ്ടിയാണ്. അത്
അതിൻ്റെ ഒരു കുണ്ടൻസ് എന്താണ്? കാരണം ക്യാമറാമാൻ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ ഇത്തരം ഒരു ക്യാമറാമാരുമായിട്ട് നമുക്കൊരു ബന്ധങ്ങൾ സ്ഥാപിക്കണം വേണ്ടിയാണോ? അതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ആക്ച്വലി ഐ വാണ്ട് ടു ഡു ദ ബെസ്റ്റ് തിങ്സ്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് തിങ്സ് ഉണ്ടാക്കണമെന്നും എൻ്റെ പരസ്യങ്ങളാണെങ്കിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇടാറുണ്ട്. ഞാൻ എൻ്റെ ടീം ഷൂട്ടിന് മുന്നേ വരെ ഞാനായിട്ട് എപ്പോഴും ബഹളമായിരിക്കും. എനിക്ക് ആ ബഹളം ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവരായിട്ട് എപ്പോഴും തല്ലും ബഹളമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ ആ വർക്ക് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുന്നതുകൊണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ അതേ ടീം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ എനിക്കൊരു ബെസ്റ്റ് നമ്മളുടെ മിനിമം ടൈമാണ് ഒരു ആർട്ട് ഫിലിമിന് എപ്പോഴും ഉണ്ടാവുക. ആ മിനിമം ടൈമിൽ നമുക്ക് ബെസ്റ്റ് ടെക്നീഷ്യൻസിന് വെക്കുന്നത് എന്തുകൊണ്ടും ഡെഫിനറ്റ്ലി നല്ലതാണ്. അപ്പോൾ അതും പിന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടെ നമ്മുടെ ഈ ഫിലിമിലേക്ക് വരുമ്പം എൻ്റെ ഒരു വ്യൂസിലും ഉപരി അവരുടെ എക്സ്പീരിയൻസിൻ്റെ വ്യൂസും കൂടി എല്ലാം വരുമ്പോഴത്തേക്കും ദ ഫിലിം വിൽ ബി ദ ബെസ്റ്റ്. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് മിസ്സായി പോയിട്ടുള്ള ക്യാമറാമാൻ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആക്ടേഴ്സിനെ കാണുന്നതിലും ഭയങ്കര ക്രൈസാണ് ഇപ്പോഴും ഒരു DOPനെ കാണുന്നത്. അതങ്ങനെ തന്നെ ഒഴിഞ്ഞു കിടക്കാണല്ലേ ഹൃദയത്തിൽ. അവിടെ നിന്നാണ് ഈ പരസ്യ ചിത്രത്തിലൂടെയാണ് ബിഗ് ബോസിലേക്കുള്ള യാത്ര അല്ലേ? അവിടെയാണ് എനിക്ക് തോന്നുന്നു 2021 സീസണാണെന്ന് തോന്നുന്നു. 2021 മണിക്കുട്ടൻ വിൻ ചെയ്ത സീസൺ. അവിടെയാണ് ഷോ ഡയറക്റ്റായിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് ഷോ ഡയറക്റ്റായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് അതിലേക്കുള്ളൊരു യാത്ര? എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ വന്നപ്പോൾ ബിഗ് ബോസിന്റെ പരസ്യങ്ങൾ വരുമല്ലോ. ബിഗ് ബോസ് TV വരുന്നതിന് മുന്നേ ബിഗ് ബോസിന്റെ ലാലേട്ടൻ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ വരും. അപ്പൊ അത് ഡയറക്ട് ചെയ്ത് ഞാനായിരുന്നു. സിജോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ആർട്ട് ഫിലിംസ് ആയിരുന്നു നമ്മൾ TVC ഫാക്ടറി. ഫസ്റ്റ് സീസണിന്റെ ആർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത് ഞാനായിരുന്നു. അപ്പൊ അതിൻ്റെ അത് നമ്മള് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ലാലേട്ടനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. അത് ഒരാളൊരു ദോശ ഉണ്ടാക്കുന്നു. അപ്പം കുറച്ചുകൂടെ കുറച്ചുകൂടെ വലുത് ബിഗ്. സോ ദാറ്റ് വാസ് ദ കോൺസെപ്റ്റ്. സോ ദ ബിഗ് തിങ് ഈസ് കമ്മിങ്, ബിഗിനായി ഒരുങ്ങൂ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ലൈൻ. സോ അന്ന് നമ്മൾ ഇനി ചെറിയ കാര്യങ്ങളില്ല, വലിയ കളികൾ മാത്രം, അങ്ങനെയൊക്കെ ഒരു ലൈൻ. അത് ഭയങ്കര വൈറലായ ഒരു ലൈനൊക്കെ ആയിരുന്നു. സോ ഐ ഡിഡ് ദാറ്റ് കൊമേഴ്ഷ്യൽ. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റും സെക്കൻഡൊക്കെ വേറെ അവർ ഷോയുടെ ബിഗിനിങ് ടൈം ആയത് കാരണം ദേ വർ ഹയറിംഗ് ഡയറക്ടേഴ്സ് എക്സ്റ്റേണലി, പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്യുമായിരുന്നു. സോ വെൻ തേർഡ് സീസൺ വന്നപ്പോഴത്തേക്കും നമ്മളായിട്ടൊരു കോൺടാക്ട് അവർക്ക് ഓൾറെഡി ഉണ്ട്. സോ ദേ ഹയർഡ് മീ ഫോർ ദ തേർഡ് സീസൺ. സോ ഐ ഡയറക്റ്റഡ് ദ ലാലേട്ടൻസ് എപ്പിസോഡ്, ദ വീക്കെൻഡ് എപ്പിസോഡ്. ആക്ച്വലി അതാണ് അതിൻ്റെ അകത്തൊരു ഒരു സെലിബ്രേറ്റഡ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്, വീക്കെൻഡ് എപ്പിസോഡ്സ്. സോ ബാക്കിയെല്ലാം അതിൻ്റെ ഒരു റിയാലിറ്റി പോർഷനാണ്. അതിൻ്റെ ഒരു ഷോ ഡയറക്ടർ ഉണ്ട്. സോ ഐ ഡയറക്റ്റഡ് ദ ലാലേട്ടൻസ് എപ്പിസോഡ് ഫോർ ദ വീക്കെൻഡ് ആൻഡ് വി ഡൂയിങ് ദ എലിമിനേഷൻ പ്രോസസ്, ഓൾ ദീസ് തിങ്സ് വി ഡൺ. എനിക്കൊന്ന് അവിടെ അന്നത്തെ ഒരു ഫോട്ടോ പിന്നീട് വൈറലായി. എനിക്കൊന്ന് ലാലേട്ടൻ ഒന്ന് കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ, അത് ഭയങ്കര ഇതിക്ക് ചർച്ച. അതെന്ന് വെച്ചാൽ മുടി അഴിച്ചു വെച്ച് ബാക്കിൽ നിന്നാണ് ഫൈസലിൻ്റെ ഇത് കാണുന്നത്. പിന്നീട് ആ ഫോട്ടോ ഭയങ്കര ചർച്ച ചെയ്തു. ലാലേട്ടൻ കിസ് ചെയ്യുന്ന ഈ പെൺകുട്ടി ആരാണെന്നാണ് ചോദ്യം. എനിക്കിപ്പോൾ ആ ഫോട്ടോയുടെ ചർച്ച ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. ശരിയാണല്ലോ, അങ്ങനെ ഒരു സീൻ അവിടെ ലാലേട്ടൻ. എനിക്ക് മുടിയുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വൈഫ് മുടിയൊക്കെ പിന്നി തരും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയൊക്കെ പിന്നിട്ടിട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ നടക്കാൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്കും ലാലേട്ടൻ ഇത് കണ്ടു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ലാലേട്ടനോട് പറഞ്ഞ് എനിക്ക് ഇതിനോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇത് പറയുന്നത് ലാലേട്ടനാണെന്നുള്ള ഒരു ഭയങ്കര ഈ പറയുന്ന പോലെ ബിഗ്നെസ് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അതെടുത്തു. എന്നിട്ട് അത് പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യുമല്ലോ. സോ അങ്ങനെ കണ്ടു, ആൾക്കാർ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. അത് വലിയൊരു കമന്റ് ആണ്, ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. കാരണം ലാലേട്ടൻ എൻ്റെ അടുത്ത് ഒരു സ്വകാര്യം പറയുന്ന പോലെ എൻ്റെ ചെവിയിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു, എൻ്റെ മുടി പിന്നിട്ടതിനെ കണ്ടിട്ട് പ്രൈസ് ചെയ്യുന്നു. അപ്പോ so I am from Pumala and I am from Todura. I got these opportunities and I am very thankful for all these type of things. Digital കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ go with the experts. Oxygen, the digital expert.